ഹലോ, വിശാലി വിദ്രൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഷ്റൂം കറിയാണ്. അതിലേക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കുറച്ച് കപ്പലണ്ടിയും കുറച്ച് അണ്ടിപ്പരിപ്പ് 2 സവോളയും മുറിച്ചത് ഇട്ട് വഴറ്റുക. അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളിയും ഒരു ഇഞ്ചി കഷ്ണവും ഇട്ട് നന്നായി വഴറ്റി എടുക്കുക. ഇത് നന്നായി മൊരിയണം എന്നൊന്നുമില്ല, സവാള ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ നല്ലപോലെ വഴന്ന് മൊരിഞ്ഞ് വരണമെന്നൊന്നുമില്ല. ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ചേർക്കണം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് വീണ്ടും നമ്മൾ 1 സ്പൂൺ ചുമന്ന മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ ടൊമാറ്റോ ചേർക്കുന്നില്ല. ഞാൻ ഇതിലേക്ക് ഇത് തണുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ചാണ് ഇത് അരയ്ക്കാൻ പോകുന്നത്. മിക്സി ചെയ്ത് അരച്ചെടുക്കണം. ടൊമാറ്റോ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ താല്പര്യം പോലെ ചേർക്കാൻ. ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്, തൈരാണ് ഉപയോഗിക്കുന്നത്. ഇത് ചേർത്ത് നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് മാറ്റാവുന്നതാണ്. നല്ലപോലെ ചൂടാറണം. ഇനി ഇതാണ് മഷ്റൂം. ഈ മഷ്റൂം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഈ മഷ്റൂമിലേക്ക് 2-3 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് ആ പൊടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കൈകൊണ്ട് തടവുമ്പോൾ അതിൻ്റെ മേൽഭാഗത്തുള്ള ചളിയും പിന്നെ ആ ചെറിയ തോലും ഒക്കെ പോയി നല്ല വൃത്തിയായി കിട്ടും. എന്നിട്ട് ഇത് മുറിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ടാണ്, മുറിക്കാതെ തന്നെ ഒരു ഡിഷിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ മുക്കി ഡിപ്പ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കുക. വെള്ളത്തിലിട്ട് അങ്ങനെ കഴുകരുത്, കാരണം ഇത് ചുങ്ങിപ്പോകും. അങ്ങനെ കഴുകി ഞാൻ 4 മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കിത് സ്ലൈസായിട്ട് മുറിച്ച് വെക്കാവുന്നതാണ്. ഇനി അടുപ്പത്ത് ഒരു കടായി വെച്ച് അതിലേക്ക് 1 സ്പൂൺ ഓയിലും പിന്നെ 1.5 ടീസ്പൂൺ നെയ്യും ചേർക്കുക. 1.5 സ്പൂൺ. ഇത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കസൂരി മേന്തി കൈകൊണ്ട് നന്നായി പൊടിച്ച് കുറച്ച് കസൂരി മേന്തിയും കൂടെ ഇതിലേക്ക് ചേർക്കണം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു മണവും പിന്നെ ടേസ്റ്റും ഒക്കെ കൂട്ടുന്ന ഇൻഗ്രീഡിയൻറ്റ്. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മഷ്റൂം കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. ഞാൻ ഓൾറെഡി നമ്മൾ അരച്ച് വെച്ച അതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിന് സവോള വഴറ്റാനും ഞാൻ 1/4 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇതിലേക്ക് ഉപ്പിടില്ല. അടുത്തത് പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടില്ലേ, നമ്മുടെ ഉള്ളിയുടെ കൂട്ടൊക്കെ, ആ കൂട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ്. ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് മഷ്റൂം ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് അടച്ച് വയ്ക്കാം. തുറന്ന് നോക്കുമ്പോൾ കുറച്ച് വാടിയിട്ടുണ്ടാവും. ഈ മഷ്റൂം അതിൻ്റെ ആവിയും ഈ എണ്ണയിലും ഒക്കെ കൂടെ കിടന്ന് അതൊന്ന് സ്മൂത്തായിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കില്ല. അതിലേക്ക് നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആ മിശ്രിതം അതിലേക്ക് ആഡ് ചെയ്യണം. ഇനി മിക്സിയിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സി നന്നായി കഴുകി അതിൻ്റെ അരിവശവും ഒക്കെ നല്ല നീറ്റാക്കി മസാല എല്ലാം ആ വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. മിക്സിയിൽ കുറച്ചും കൂടെ ഉണ്ട്. ഞാൻ 2 സ്പൂൺ വെള്ളം കൂടെ ഇതിലാക്കിയിട്ടുണ്ട്. ജാറിലേക്ക് ഇളക്കിയിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെള്ളക്കൂട്ടുമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ഒരു 5-10 മിനിറ്റ് നേരം വേവിക്കണം. ഇതിൽ
ഇത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്ക് വന്ന് ഒന്ന് ഇളക്കി നോക്കണം. മീഡിയം സ്റ്റൗവിൽ വെച്ച് മീഡിയം സിം വെച്ചിട്ട് ഇളക്കി വെച്ച് വേവിച്ചാൽ മതി. ഇടയ്ക്ക് വന്ന് 1-2 പ്രാവശ്യം ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം, എന്നാൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ വന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് യോജിച്ച് വറ്റി നല്ല ക്രീം പരുവത്തിലായിട്ടുണ്ടാവും. എല്ലാ മെഷറും യോജിച്ചിട്ടുണ്ട്, മെഷറും നന്നായി വെന്തിട്ടുമുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇത് നമുക്ക് ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ ഫ്രഷ് ക്രീം ഇതിലേക്ക് യോജിപ്പിക്കാവുന്നതാണ്. ഫ്രഷ് ക്രീം കമ്പൽസറി യൂസ് ചെയ്യണം. അത് ഇതിലേക്ക് യോജിപ്പിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിയുടെ ഇല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലിയുടെ ഇല കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് ഇതിലേക്ക് ഇടണം. അതും കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊരു അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു റിച്ച് കറിയാണ്. ക്രീം മസാല മഷ്റൂം കറി എന്നാണ് പറയാം. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നല്ല ടേസ്റ്റുള്ള കറിയാണ്, ഉണ്ടാക്കാനും എളുപ്പമാണല്ലോ. പിന്നെ ഇതെല്ലാം എടുത്ത് നമുക്ക് ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും തരാൻ മറക്കരുത്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.